പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഗോൾഡൻ അബാക്കസിലേക്ക് സ്വാഗതം. അബാക്കസിനെ കുറിച്ചും എങ്ങനെ കുട്ടികളെ അബാക്കസ് പഠിപ്പിക്കാമെന്നും വളരെ വിശാലമായി നമ്മുടെ ട്രെയിനിങ് ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ അബാക്കസ് ക്ലാസ് എടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ചുരുങ്ങിയ രീതിയിൽ എങ്ങനെ അബാക്കസിന്റെ ക്രീം പാർട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഹ്രസ്വമായ വീഡിയോ ആണ്. തീർച്ചയായും ഈ വീഡിയോ കാണുന്നതോടുകൂടെ വളരെ കോൺഫിഡൻസ് ആയി നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യമായി അബാക്കസിനെ കുട്ടികൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. ഈ അബാക്കസിന്റെ ഫോട്ടോ നമ്മുടെ കുട്ടികളുടെ മൈൻഡിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെ ഈ അബാക്കസ് ഓരോ കുട്ടിയുടെ മൈൻഡിലും നിലനിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആദ്യമായി അബാക്കസിന്റെ ഫ്രെയിമിനെയാണ് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് അബാക്കസിന്റെ ഫ്രെയിം. ശേഷം ഈ ബ്രിഡ്ജ് രൂപത്തിൽ കാണപ്പെടുന്ന ഈ ഒരു ബാറിനെ നമ്മൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഈ ബാറിനെ വാല്യൂ ബാർ എന്നാണ് അബാക്കസിൽ നമ്മൾ പറയുന്നത്. വാല്യൂ ബാറിൽ വൈറ്റ് ഡോട്ട്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഡോട്ടുകളെ നമ്മൾ പോയിന്റ്സ് എന്നാണ് പറയുന്നത്. അതിൽ സെൻട്രൽ പൊസിഷനിൽ കാണുന്ന വൈറ്റ് ഡോട്ടിനെ സെന്റർ പോയിന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അബാക്കസിൽ ഈ ബ്രൗൺ കളറിൽ കാണപ്പെടുന്ന മുത്തുകളെ ബീഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. വാല്യൂ ബാറിന്റെ താഴെ കാണുന്ന ബീഡ്സുകളെ ലോവർ ബീഡ്സ് എന്നും വാല്യൂ ബാറിന്റെ മുകളിൽ കാണപ്പെടുന്ന ബീഡുകളെ അപ്പർ ബീഡ്സും എന്നാണ് പറയപ്പെടുന്നത്. ഈ ബീഡ്സ് കോർത്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കിനെ നമ്മൾ റോഡ്സ് എന്നാണ് അബാക്കസിൽ പറയുന്നത്. ഇത്രയുമാണ് അബാക്കസിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ. ഫ്രെയിം, വാല്യൂ ബാർ, പോയിന്റ്സ്, സെന്റർ പോയിന്റ്, ബീഡ്സ്, റോഡ്സ്, ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കലാണ് ആദ്യ ക്ലാസ്സിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ അബാക്കസിൽ നമ്മുടെ ബ്രെയിനും നമ്മുടെ സംസാരവും നമ്മുടെ നോട്ടവും നമ്മുടെ ഫിംഗേഴ്സിന്റെ ആക്ഷനും വളരെ മർമ്മപ്രധാനമാണ്. ആദ്യമായി കുട്ടികൾക്ക് നമ്മുടെ ഫിംഗേഴ്സിന്റെ നെയിം ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചില കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ നമ്മുടെ ഫിംഗേഴ്സ് അറിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അത് തിരുത്താനാണ് അങ്ങനെ ചെയ്യുന്നത്. ആദ്യ ക്ലാസ്സിൽ നമ്മുടെ ഓരോ ഫിംഗറിന്റെ നെയിമും ഓരോ കുട്ടിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ ഫിംഗറിനെ സ്മാൾ ഫിംഗർ അല്ലെങ്കിൽ ലിറ്റിൽ ഫിംഗർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ ഫിംഗറിനെ റിംഗ് ഫിംഗർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ ഫിംഗറിനെ മിഡിൽ ഫിംഗർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ ഫിംഗറിനെ ഇൻഡെക്സ് ഫിംഗർ അല്ലെങ്കിൽ ഫോർ ഫിംഗർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ ഫിംഗറിനെ തമ്പ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഫിംഗേഴ്സിന്റെ നെയിം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനി നമ്മൾ പെൻസിൽ എങ്ങനെയാണ് കുട്ടികൾ പിടിക്കേണ്ടത് എന്നുള്ളതാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. വലത്തെ കൈയിലാണ് പെൻസിൽ പിടിക്കേണ്ടത്. പെൻസിലിന്റെ ടിപ്പ് താഴ്ഭാഗത്തേക്ക് ഈ രീതിയിലായിരിക്കണം പിടിക്കേണ്ടത്. നമ്മൾ വലത്തെ കൈയിന്റെ 3 വിരലുകൾ കൊണ്ടാണ് പെൻസിൽ പിടിക്കേണ്ടത്. തമ്പും ഫോർ ഫിംഗറും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ്, ടച്ച് ചെയ്യാത്ത രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് പെൻസിൽ പിടിക്കേണ്ടത്. ശേഷം അബാക്കസ് എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അബാക്കസ് എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നുള്ളതാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അബാക്കസ് ഒരു പ്ലെയിൻ പ്രതലത്തിൽ ഡെസ്കിലോ ടേബിളിലോ വെച്ചിട്ടായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇടത്തെ കൈ കൊണ്ട് വളരെ സിമ്പിളായി 3 വിരലുകൾ കൊണ്ടാണ് അബാക്കസ് പിടിക്കേണ്ടത്. നമ്മുടെ ഇടത്തെ കൈയിന്റെ ലിറ്റിൽ ഫിംഗറും റിംഗ് ഫിംഗറും അബാക്കസിന്റെ മുകൾ ഭാഗത്തും തമ്പ് ഫിംഗർ അബാക്കസിന്റെ താഴ്ഭാഗത്തും വളരെ സിമ്പിളായി നിങ്ങൾ കാണുന്ന രീതിയിലാണ് അബാക്കസ് ഇടത്തെ കൈ കൊണ്ട് പിടിക്കേണ്ടത്. വലത്തെ കൈ കൊണ്ട് പെൻസിലും ഇടത്തെ കൈ കൊണ്ട് അബാക്കസ് ഒരു പ്ലെയിൻ ആയ പ്രതലത്തിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ അബാക്കസ് പരിശീലിക്കേണ്ടത്. ഇപ്പോൾ വലത്തെ കൈയിന്റെ തമ്പും ഫോർ ഫിംഗറും ഇതുപോലെ ഫ്രീ ആയിരിക്കും. അതുപോലെ ലെഫ്റ്റ് ഹാൻഡിന്റെ ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും ഫ്രീ ആയിരിക്കും. ഇനി നമ്മൾ ബീഡ്സുകളുടെ വാല്യൂ ആണ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോയുടെ സൗകര്യത്തിന് വേണ്ടി വലിയ അബാക്കസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ അബാക്കസ് ആയിരിക്കും. വലിയ അബാക്കസിൽ നമ്മുടെ ബീഡ്സിന്റെ വാല്യൂസ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഈ സെന്റർ പോയിന്റിന്റെ അതേ ലൈൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് വൺസ് പ്ലേസ് ആണ്, അഥവാ ഒറ്റ സംഖ്യയാണ്. സെൻട്രൽ പോയിന്റിന്റെ തൊട്ട് ലെഫ്റ്റിൽ കാണപ്പെടുന്ന ലൈന് റെപ്രസെന്റ് ചെയ്യുന്നത് ടെൻസ് പ്ലേസ് ആണ്, അഥവാ 10 ആണ്.
വാല്യൂ ബാറിന്റെ താഴെ അഥവാ ലോവർ ബീറ്റ്സ് സെൻട്രൽ പോയിന്റിന്റെ താഴെയുള്ള ലൈനിൽ വാല്യൂ ബാറിന്റെ താഴെ കാണുന്ന ഓരോ ബീഡ്സിന്റെയും വാല്യൂ മൂല്യം 1 ആണ്. ലോവർ ബീഡ് വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് അതിന്റെ വാല്യൂ 1 ആകുന്നത് അഥവാ 1 ആകുന്നത്. അപ്പോൾ 2 ബീഡ്സ് വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കുമ്പോൾ അതിന്റെ വാല്യൂ 2 ആകുന്നു അഥവാ 2 ആകുന്നു. 3 ബീഡ്സ് വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കുമ്പോൾ അതിന്റെ വാല്യൂ 3 ആകുന്നു. 4 ബീഡ്സ് വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കുമ്പോൾ അതിന്റെ വാല്യൂ 4 ആകുന്നു. അപ്പർ ബീഡ്സിന്റെ വാല്യൂ ബാറിന്റെ മുകളിലുള്ള അപ്പർ ബീഡിന്റെ ഒരു ബീഡിന്റെ വാല്യൂ 5 ആണ് അഥവാ അപ്പർ ബീഡ്സ് വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കുമ്പോൾ അതിന്റെ വാല്യൂ 5 ആണ് അഥവാ 5 ആണ്. വാല്യൂ ബാറിന്റെ മുകളിലെ ബീഡ് വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കുകയും വാല്യൂ ബാറിന്റെ താഴെയുള്ള ഒരു ബീഡ് വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കുമ്പോൾ ഇതിന്റെ വാല്യൂ 5 + 1 6 ആണ് 6 ആണ്. വാല്യൂ ബാറിന്റെ മുകളിലുള്ള ബീഡ് വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കുകയും വാല്യൂ ബാറിന്റെ താഴെയുള്ള 2 ബീഡുകൾ വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കുകയും ചെയ്താൽ അതിന്റെ വാല്യൂ 7 ആണ്. വാല്യൂ ബാറിന്റെ മുകളിലുള്ള ബീഡ് വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കുകയും വാല്യൂ ബാറിന്റെ താഴെയുള്ള 3 ബീഡുകൾ വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കുകയും ചെയ്താൽ അതിന്റെ വാല്യൂ 8 ആണ്. വാല്യൂ ബാറിന്റെ മുകളിലുള്ള ബീഡ് വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കുകയും വാല്യൂ ബാറിന്റെ താഴെയുള്ള 4 ബീഡുകൾ വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കുമ്പോൾ അതിന്റെ വാല്യൂ 9 ആണ് അഥവാ 9 ആണ്. ഇത്തരത്തിൽ ബീഡ്സിന്റെ വാല്യൂ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഏത് ബീഡ് ഏത് ഫിംഗർ കൊണ്ടാണ് മൂവ് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായി നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അബാക്കസിൽ അഡീഷനെ അല്ലെങ്കിൽ കൂട്ടുന്നതിനെ ആഡ് എന്നും കുറയ്ക്കുന്നതിനെ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷനെ ലെസ് എന്നുള്ള വാക്കുമാണ് യൂസ് ചെയ്യേണ്ടത്. അബാക്കസിൽ ബീഡ്സുകളെ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും ഏത് ഫിംഗേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അബാക്കസ് നിർദ്ദേശിച്ചിട്ടുള്ള അതേ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ കുട്ടികൾ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്യേണ്ടത്. തമ്പ് കൊണ്ട് 1 ആഡ് ചെയ്യുക, ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് 1 ലെസ് ചെയ്യുക. തമ്പ് കൊണ്ട് 2 ആഡ് ചെയ്യുക, ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് 2 ലെസ് ചെയ്യുക. തമ്പ് കൊണ്ട് 3 ആഡ് ചെയ്യുക, ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് 3 ലെസ് ചെയ്യുക. തമ്പ് കൊണ്ട് 4 ആഡ് ചെയ്യുക, ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് 4 ലെസ് ചെയ്യുക. 5ന്റെ കേസിൽ 5 ആഡ് ചെയ്യുന്നതും ലെസ് ചെയ്യുന്നതും ഇൻഡെക്സ് ഫിംഗർ കൊണ്ടാണ്. 5 ആഡ് ചെയ്യുന്നു, 5 ലെസ് ചെയ്യുന്നു. രണ്ടും ഇൻഡെക്സ് ഫിംഗർ കൊണ്ടാണ് ചെയ്യേണ്ടത്. 6 ആഡ് ചെയ്യേണ്ടത് ബോത്ത് ഫിംഗേഴ്സ് കൊണ്ടാണ്. അതായത് തമ്പ് ഫിംഗർ കൊണ്ടും ഇൻഡെക്സ് ഫിംഗർ കൊണ്ടും ഒരേ സമയം നമ്മൾ 6 ആഡ് ചെയ്യണം. 6 ലെസ് ചെയ്യേണ്ടതും ബോത്ത് ഫിംഗേഴ്സ് കൊണ്ടാണ്. ലെസ് 6. 7 ആഡ് ചെയ്യേണ്ടതും ബോത്ത് ഫിംഗേഴ്സ് കൊണ്ടാണ്. ആഡ് 7. ലെസ് ചെയ്യേണ്ടതും ബോത്ത് ഫിംഗേഴ്സ് കൊണ്ടാണ്. ലെസ് 7. 8 ആഡ് ചെയ്യേണ്ടത് ബോത്ത് ഫിംഗേഴ്സ് കൊണ്ടാണ്. 8 ലെസ് ചെയ്യേണ്ടത് ബോത്ത് ഫിംഗേഴ്സ് കൊണ്ടാണ്. 9 ആഡ് ചെയ്യേണ്ടതും ബോത്ത് ഫിംഗേഴ്സ് കൊണ്ടാണ്. 9 ലെസ് ചെയ്യേണ്ടതും ബോത്ത് ഫിംഗേഴ്സ് കൊണ്ടാണ്. ഇത് വലിയ അബാക്കസ് ആയതുകൊണ്ട് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ അബാക്കസിൽ ബോത്ത് ഫിംഗേഴ്സ് കൊണ്ട് വളരെ സിമ്പിളായി നിഷ്പ്രയാസം നിങ്ങൾക്ക് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും കഴിയുന്നതാണ്. നമ്മൾ കാൽക്കുലേറ്ററിൽ ഏത് പ്രോബ്ലം തുടങ്ങുമ്പോഴും 0 ആക്കുന്നത് നമ്മുടെ ശീലമാണ്. എന്നതുപോലെ അബാക്കസിൽ ഏത് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും 0 ആക്കേണ്ടതുണ്ട്. അതിനെ നമ്മൾ സെറ്റ് 0 എന്നാണ് അബാക്കസിൽ വിളിക്കേണ്ടത്. സെറ്റ് 0 ആക്കേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങളുടെ വലത്തെ കൈയിന്റെ തമ്പും ഇൻഡെക്സ് ഫിംഗറുമാണ് ഇതിനാവശ്യം. റൈറ്റ് ഹാൻഡിന്റെ വലത്തെ കൈയിന്റെ ഇൻഡെക്സ് ഫിംഗറും തമ്പ് ഫിംഗറും കൊണ്ട് അബാക്കസിന്റെ വലത്തെ ഭാഗത്ത് നിന്നും വാല്യൂ ബാറിന്റെ 2 സൈഡിലൂടെ ഇടത്തെ ഭാഗത്തിലേക്ക് നമ്മുടെ 2 ഫിംഗേഴ്സും ഒപ്പം മൂവ് ചെയ്യുമ്പോഴാണ് സെറ്റ് 0 സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും
തം ഫിംഗറും യൂസ് ചെയ്ത് അബാക്കസിന്റെ വലത്തെ ഭാഗത്തു നിന്നും വാല്യൂ ബാറിന്റെ വലത്തെ ഭാഗത്തു നിന്നും ഇടത്തോട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ താഴത്തെ ലോവർ ബീഡ്സ് എല്ലാം താഴേക്കും അപ്പർ ബീഡ്സ് എല്ലാം മുകളിലേക്കുമായി നിൽക്കുന്നു. ഈ അവസ്ഥയെ നമ്മൾ സെറ്റ് സീറോ എന്നാണ് വിളിക്കുന്നത്. അബാക്കസിൽ ഏത് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും സെറ്റ് സീറോ ആക്കൽ അത്യാവശ്യമാണ്. ഇത്രയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി പുസ്തകത്തിൽ റൈറ്റ് ദ വാല്യൂ ഓഫ് ദ ബീഡ്സ് എന്നുള്ള പേജാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ പേജിൽ നമ്മുടെ വൺസ് പ്ലേസിന്റെ ബീഡ്സ് ഡ്രോ ചെയ്തിട്ടുണ്ട്. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് അബാക്കസിനെ കുറിച്ചും അബാക്കസിലെ വൺസ് പ്ലേസിനെ കുറിച്ചും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഈ പേജിൽ നമ്മൾ ചെയ്യേണ്ടത്, കുട്ടികളോട് ആവശ്യപ്പെടേണ്ടത് ബീഡ്സുകളുടെ എണ്ണം എത്രയാണെന്ന് മനസ്സിലാക്കി അതിന്റെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കി അതിന്റെ താഴെ എഴുതാനാണ്. ആദ്യത്തേതിൽ 2 ബീഡ്സ് ആണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ 2 ആണ്. രണ്ടാമത്തേതിൽ 3 ബീഡ്സ് ആണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ 3 ആണ്. മൂന്നാമത്തെ പ്രോബ്ലത്തിൽ 3 ബീഡ്സ് ആണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ 3 ആണ്. ഇത്തരത്തിൽ ഈ പേജ് കംപ്ലീറ്റ് ആയി ബീഡ്സുകളുടെ വാല്യൂ എത്രയാണെന്ന് കുട്ടികളോട് എഴുതാൻ വേണ്ടി പറയണം. സെക്കൻഡ് പേജിൽ ഡ്രോ ദ ബീഡ്സ് എന്നാണ് ഹെഡിങ് ഉണ്ടായിരിക്കുക. ഇതിൽ വൺസ് പ്ലേസ്, അബാക്കസിന്റെ വൺസ് പ്ലേസ് ബുക്കിൽ വരച്ചിട്ടുണ്ടാകും. അതിന്റെ താഴെ നമ്പർ ഓഫ് ബീഡ്സ് എത്രയാണ് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ആദ്യത്തേതിന്റെ താഴെ 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിനർത്ഥം കുട്ടികളോട് വാല്യൂ ബാറിന് തൊട്ട് താഴെയായി നമ്മുടെ റോഡ്സിൽ 1 ബീഡ് വരക്കാൻ വേണ്ടി പറയണം. രണ്ടാമത്തേതിന്റെ വാല്യൂ 2 ആണ് കൊടുത്തിട്ടുള്ളത്. അതിനർത്ഥം വാല്യൂ ബാറിന് താഴെ റോഡ്സിൽ 2 ബീഡ്സ് ആണ് കുട്ടികൾ വരയ്ക്കേണ്ടത്. മൂന്നാമത്തേത് 8 എന്നാണ് വാല്യൂ കൊടുത്തിട്ടുള്ളത്. അതിനർത്ഥം വാല്യൂ ബാറിന്റെ തൊട്ടു മുകളിൽ 1 ബീഡും വാല്യൂ ബാറിന്റെ താഴെ 3 ബീഡും അഥവാ 8 വാല്യൂ വരുന്ന രീതിയിലുള്ള ബീഡ്സ് കുട്ടികളോട് വരയ്ക്കാൻ വേണ്ടി പറയണം. ഇത്രയും കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അത് കുട്ടികൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കുട്ടികൾ പ്രോബ്ലം ചെയ്യാൻ പ്രാപ്തരായി കഴിഞ്ഞു. 1-2 പ്രോബ്ലംസ് ഉദാഹരണത്തിനായി ഞാൻ ഇവിടെ ചെയ്തു കാണിക്കാം. ആദ്യത്തെ പ്രോബ്ലം ആഡ് 1. ഞാൻ ഉപയോഗിക്കുന്ന ഫിംഗേഴ്സ് പ്രത്യേകമായി ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ പ്രോബ്ലം ആഡ് 1 എന്ന് പറയുമ്പോൾ വാല്യൂ ബാറിന്റെ താഴെയുള്ള 1 ബീഡിനെ വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കണം. ആഡ് 2, വാല്യൂ ബാറിന്റെ താഴെയുള്ള 2 ബീഡ്സുകൾ വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കണം. വീണ്ടും ആഡ് 1, വാല്യൂ ബാറിന് താഴെയുള്ള 1 ബീഡ് വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 1 2 3 4 എന്നുള്ളതാണ്. ഈ പ്രോബ്ലത്തിന്റെ ആൻസർ 4 ആണ്. രണ്ടാമത്തെ പ്രോബ്ലം ഉദാഹരണത്തിനായി ചെയ്ത് കാണിച്ചു തരുന്നു. ആദ്യം പ്രോബ്ലം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെറ്റ് സീറോ ചെയ്യേണ്ടതുണ്ട്. വലത്തെ കൈയിന്റെ തമ്പും ഇൻഡെക്സ് ഫിംഗറും യൂസ് ചെയ്ത് വാല്യൂ ബാറിന്റെ വലത്തെ ഭാഗത്ത് നിന്നും ഇടത്തെ ഭാഗത്തിലേക്ക് മൂവ് ചെയ്യുന്നതിലൂടെ താഴെയുള്ള ബീഡ്സുകളെല്ലാം താഴേക്കും മുകളിലുള്ള ബീഡ്സുകളെല്ലാം മുകളിലേക്കുമായി മാറുന്നു. ഈ അവസ്ഥയെ നമ്മൾ സെറ്റ് സീറോ എന്നാണ് വിളിക്കുന്നത്. സെറ്റ് സീറോ ആക്കിയതിനു ശേഷം രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നു. ആഡ് 2 എന്ന് പറയുമ്പോൾ വാല്യൂ ബാറിന് താഴെയുള്ള 2 ബീഡ്സ് തമ്പ് കൊണ്ട് നമ്മൾ വാല്യൂ ബാറിനോട് ചേർത്ത് വെക്കുന്നു. ശേഷം ആഡ് 1, വാല്യൂ ബാറിന്റെ താഴെയുള്ള 1 ബീഡിനെ വാല്യൂ ബാറിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുന്നു. ശേഷം -1 അഥവാ -1 എന്നാണ് അബാക്കസിൽ നമ്മൾ ഉപയോഗിക്കുക. -1 എന്ന് പറയുമ്പോൾ വാല്യൂ ബാറിന്റെ താഴെയുള്ള 1 ബീഡിനെ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് നമ്മൾ ലെസ് ചെയ്യണം. -1. ഈ പ്രോബ്ലത്തിന്റെ ആൻസർ അബാക്കസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാല്യൂ 2 ആണ്. ഉദാഹരണത്തിനായി ഒരു പ്രോബ്ലം കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആഡ് 6 എന്ന് പറയുമ്പോൾ 2 ഫിംഗേഴ്സും യൂസ് ചെയ്ത് നമ്മൾ 6 ആഡ് ചെയ്യുന്നു. ശേഷം ആഡ് 2,
ആഡ് ടു എന്ന് പറയുമ്പോൾ വാല്യൂ ബാറിന്റെ താഴെ 2 ബീഡ്സ് വാല്യൂ ബാറിനോട് തമ്പ് കൊണ്ട് നമ്മൾ മൂവ് ചെയ്യുന്നു. ലെസ് 3, ഇതിൽ നിന്നും ലെസ് 3 എന്ന് പറയുമ്പോൾ വാല്യൂ ബാറിന്റെ താഴെയുള്ള ബീഡുകളിൽ നിന്നും 3 ബീഡ്സ് ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് നമ്മൾ ഡൗൺ ചെയ്യുന്നു. വീണ്ടും ലെസ് 5 എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് വാല്യൂ ബാറിന്റെ തൊട്ട് മുകളിലുള്ള 5നെ നമ്മൾ മൂവ് ചെയ്യുന്നു. ഈ പ്രോബ്ലത്തിന്റെ ഇപ്പോഴുള്ള ആൻസർ 0 ആണ്. ഗോൾഡൻ അബാക്കസിന്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ശ്രദ്ധയിലേക്ക് ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഫിംഗർ എക്സസൈസ് 1 to 99, ആഡ് 1 ലെസ് 1, ആഡ് 2 ലെസ് 2 തുടങ്ങി 1 to 99 വരെയുള്ള ഫിംഗർ എക്സസൈസ് നിർബന്ധമായും ക്ലാസ് തുടങ്ങുമ്പോഴും അതിൻ്റെ ഇടയിലും ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴുമായി 2, 3, 4 തവണ നിർബന്ധമായും കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രാക്ടീസ് കൊടുക്കണം. അതുപോലെ വീട്ടിൽ നിന്ന് നിർബന്ധമായും ഫിംഗർ എക്സസൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി രക്ഷിതാക്കൾക്ക് നിങ്ങൾ ബോധവൽക്കരണം നൽകണം. അത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. കൂട്ടത്തിൽ ഫിംഗേഴ്സ് നമ്മൾ പ്രതിപാദിച്ച അതേ ഫിംഗേഴ്സ് വെച്ച് തന്നെ കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഫിംഗർ മാറാതെ കൃത്യമായ ഫിംഗർ എക്സസൈസ് വീട്ടിൽ നിന്നും നമ്മുടെ സെന്ററിൽ നിന്നും ചെയ്യിപ്പിച്ച് കുട്ടികളെ പരിശീലിപ്പിക്കണമെന്ന് ഗോൾഡൻ അബാക്കസിന്റെ ആദ്യ ക്ലാസ്സുകൾ എങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഡെമോയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഹൃദ്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ ക്രിയാത്മകമായി നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടി കണ്ടന്റ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ശോഭനമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ടു ബി എ പാർട്ട് ഓഫ് ഗോൾഡൻ അബാക്കസ്. താങ്ക് യു ആൾ.